PSC നിയമനങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ PSCയില് ഡിഗ്രി ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെ അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ് നാഷണൽ സേവിങ്സ് എന്ന ഗസറ്റഡ് പോസ്റ്റ് ഉൾപ്പെടെ 8ഓളം പോസ്റ്റുകളിലേക്ക് നിയമനത്തിനായിട്ടുള്ള അവസരമൊരുക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 ഈ മെയ് മാസം നടക്കാൻ പോവുകയാണ്. മെയ് മുതൽ ജൂലൈ വരെ പല ഷിഫ്റ്റുകളായിട്ടായിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 നടക്കുക. ഇതിനുശേഷം വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസിലാകട്ടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ പേപ്പർ 2 ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. 10ഓ 13ഓ മാർക്കിനൊക്കെയായി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിലിംസിൻ്റെതായിട്ടുള്ള പോർഷൻസ് നമ്മൾ നല്ല രീതിയിൽ പ്രിലിംസിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നത് പ്രിലിംസിന് ശേഷം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. മെയ് 2nd വീക്കിലൊക്കെയാണ് നമ്മളുടെ ആദ്യത്തെ ഷിഫ്റ്റ് നടക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് 90 ദിവസങ്ങളൊക്കെ മാത്രമേ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. 90 ദിവസങ്ങളും നമുക്ക് പരീക്ഷയ്ക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു 10ഓ 15ഓ ദിവസമെങ്കിലും നമുക്ക് ബഫർ വേണ്ടേ, അവസാനം ഒന്ന് കോംപ്രഹെൻസീവ് മോക്കൊക്കെ എടുത്തൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026ൻ്റെതായിട്ടുള്ള ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ന്യൂറോ സയൻസ് ഉപയോഗിച്ചുകൊണ്ട്, AI എഫിഷ്യൻസി ഉപയോഗിച്ചുകൊണ്ട്, എക്സ്പേർട്ട് മെന്റർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ഉറപ്പാക്കാനായിട്ട് കഴിയും. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിന് മുൻപായിട്ട് അത് ശരിക്കും സക്സസ്ഫുൾ ആകുമോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു പ്രെപ് ടുഗദറിൽ ഒരു ചെറിയ സംരംഭം ആയതുകൊണ്ട് തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് വരെയായിട്ട് നമ്മുടെ പല ബാച്ചുകളിലായിട്ട് 500-ൽ താഴെ പേര് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 50-ലധികം പേര് ഇന്ന് റാങ്ക് ലിസ്റ്റിലുണ്ട്. ആ കൺവേർഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സ്റ്റഡി പ്ലാനുകളിലെ സക്സസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 ഒക്ടോബർ മാസത്തില് നമ്മുടെ ലിബറേറ്റ് ബാച്ചിൽ 300ഓളം പേര് ജോയിൻ ചെയ്തു. അവിടെ വെറുതെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, ഈ ഒരു സമയത്തിനുള്ളിൽ തീർക്കുമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ഫെബ്രുവരിയിൽ പോർഷൻസ് തീർക്കുമെന്ന് പറഞ്ഞു. ഫെബ്രുവരിയിൽ പോർഷൻസ് തീരാൻ പോവുകയാണ്. 90 മാർക്കോളം ഇപ്പൊ തന്നെ കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ജനുവരിയിൽ നമ്മളൊരു 90 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 40 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ആ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 40 ദിവസങ്ങളിലെയും സ്റ്റഡി പ്ലാൻ അവിടെ 45ഓളം മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന്റെ കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ 75 ഡേയ്സ് ചാലഞ്ച് പ്രസന്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ എക്സ്പെർട്ട് മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ മെന്ററിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് അനോൺ. ഞാൻ 10th-ലും 12th-ലും ഒക്കെ തന്നെ ടോപ്പറായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ആ ഒരു സമയത്ത് തന്നെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ പ്രസന്റ് ചെയ്ത് NITians-നോടും IITians-നോടും കോമ്പീറ്റ് ചെയ്ത് ബെസ്റ്റ് പേപ്പർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഹാർവേഡിന്റെ ഓൺലൈൻ ശാഖയായ ഹാർവേഡ് എക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇതിനെല്ലാം പുറമെ ക്ലാറ്റ്, ക്ലീൻ, നീറ്റ്, JEE, കീം പോലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യുകയും നമ്മുടെ ഗവൺമെന്റ് ജോബ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളിൽ റാങ്ക് ഹോൾഡർ ആവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ അടുത്ത് ഈ ബാച്ചുകളെല്ലാം റൺ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള തിരക്കുകൾക്കിടയിൽ കാറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പല വിധത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ നമ്മളെ 75 ഡേയ്സ് ചാലഞ്ചിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 3 ഫേസുകളായിട്ടായിരിക്കും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ ഫേസിൽ 4 ആഴ്ചകളിലായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, എക്കണോമിക്സ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നിവ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓരോ 2 ആഴ്ചകളിലും നമ്മൾ 2 ടോപ്പിക്കുകൾ വെച്ച് തീർക്കും. അതിന്റെ ഒപ്പം തന്നെ MEMഉം നമ്മൾ കൂടെ കൊണ്ടുപോകുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ എല്ലാ ആഴ്ചകളിലേതുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി 90 ഡേയ്സ് ചാലഞ്ച് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും. അതോടൊപ്പം ശനിയാഴ്ചകളിലായിട്ട് നമ്മൾ കറന്റ് അഫയേഴ്സും കവർ ചെയ്തെടുക്കും. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ബുധനാഴ്ച നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ ആയിരിക്കും. വ്യാഴവും വെള്ളിയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ശനിയാഴ്ച നിങ്ങൾക്ക് വീക്ക്ലി റിവിഷൻ ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ 90 ഡേയ്സ് ചാലഞ്ച് പോയ അതേ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ദിവസങ്ങൾ കുറവായതുകൊണ്ട് തന്നെ
ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം. നിങ്ങളൊരു ഒറ്റ കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ടാസ്ക് ഏറ്റവും മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് ഫേസിൽ നമ്മൾ സിവിക്സ്, സ്പോർട്സ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയും നമ്മൾ 20 മാർക്കിൻ്റെതായിട്ടുള്ള ടോപ്പിക്കുകൾ 4 ആഴ്ചകളിലായിട്ട് GK കംപ്ലീറ്റ് ചെയ്യും. ഒപ്പം MEMലും 20 മാർക്കിൻ്റെതായിട്ടുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. അവസാനത്തെ ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ജോഗ്രഫിയും സയൻസ് ആൻഡ് ടെക്കും ആണ്. കാരണം കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ച് സമയം കൂടുതലായിട്ട് എടുത്തിട്ട് ഈ 10 മാർക്കിൻ്റെതായിട്ടുള്ള ടോപ്പിക്കുകളും ഒപ്പം MEMൻ്റെതായിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ ഈ 11 ആഴ്ചകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 77 ഡേയ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിരിക്കും, കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ 90 ഡേയ്സ് ചാലഞ്ചിന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ സൺഡേസ് നമുക്ക് സ്ട്രക്ചേർഡ് ഓഫ് ആണ്. ആ ഒരു ദിവസം നിങ്ങൾ ബ്രേക്ക് ആണ് എടുക്കേണ്ടത്. അതിപ്പോ പരീക്ഷയ്ക്ക് 3 മാസം മാത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഞായറാഴ്ച ബ്രേക്കിനായിട്ടുള്ള ദിവസമാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. ഈ ബ്രേക്ക് എടുക്കുന്നത് പോലും ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആണ്. നിങ്ങൾ ബ്രേക്ക് എടുത്താൽ മാത്രമാണ് ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ 90 ഡേയ്സ് ബാച്ചിൽ 40 ദിവസങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. നമ്മളുടെ ലിബറേറ്റ് ബാച്ചിൽ 120-ലധികം ദിവസങ്ങളായിട്ട് അവർ കൺസിസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിൻ്റെതായിട്ടുള്ള ഗുണം കൊണ്ടാണ്. ഈ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പില് 75 ഡേയ്സ് ഓപ്പൺ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഈ 75 ഡേയ്സിൻ്റെതായിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് AI സെഷൻസും നോട്ട്സും ഡെയിലി എക്സാംസും വേണമെങ്കിൽ നിങ്ങൾക്ക് 75 ഡേയ്സിന്റെ AI പ്ലസ് എക്സാംസ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാളെ വാലന്റൈൻസ് ഡേ ആണ് എല്ലാവർക്കും. പക്ഷെ പ്രപ്റ്റുകറിലുള്ള ഓരോരുത്തർക്കും നാളെ കരിയർ ഡേ ആണ്. അത് പ്രമാണിച്ച് നാളെ മാത്രം ഈ എക്സാംസും AI സെഷൻസും എക്സ്പ്ലെയിനേഴ്സും നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു 75 ഡേയ്സ് ചാലഞ്ച് AI പ്ലസ് എക്സാംസ് ബാച്ച് നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് 1 ഡേ ഓഫർ മാത്രമാണ്. നാളേക്ക് ശേഷം 1200 രൂപയ്ക്കായിരിക്കും ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട. നാളെ മറ്റുള്ളവര് ഗേൾഫ്രണ്ടിനെ തേടി നടക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് കരിയറുമായിട്ടുള്ള ഡേറ്റ് ആണ്. നാളെ നിങ്ങൾ കരിയറുമായിട്ട് ഡേറ്റ് എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലിയോടുകൂടെ ഡേറ്റ് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ലിങ്കുകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 75 ഡേയ്സ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഇനിയിപ്പോ കൺഫ്യൂഷൻ അടിച്ചിരിക്കണ്ട. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 8ഓളം പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ നിയമനം ഉറപ്പാക്കാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.